രണ്ടാമത്തത് ദേവാനന്ദ SLC. SLCയുടെ ഉന്നത വിജയം നേടിയ ദേവാനന്ദ. അടുത്തത് ആര്യ റാം. അടുത്തത് നൈവീദ് ഉല്ലാസൻ SLC. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അടുത്തത് SLCന്റെ അനൈ കൃഷ്ണ. അടുത്തത് അയന. അടുത്തത് ശ്രീഷിക. അടുത്തത് ഫാത്തിമത്ത് ഷിഫ. ഇനി +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ ആൾക്കാരാണ്. ഒന്നാമത്തെ ആദിദേവ്. അടുത്തത് സങ്കീർത്തന. +2 തുടരുന്നു റിയ ഫാത്തിമ. +2 സഫ്വാൻ. അഭിനവ്. അടുത്തത് മുഹിയുദ്ദീൻ. ഇനി LSSന്റെ ഉന്നത വിജയം നേടിയ ആൾക്കാർ ഒന്ന് അലോന രാജേഷ്. അലോന അജേഷ്. അടുത്തത് ESS നേടിയത് ദേവാനന്ദ. അടുത്തത് SLCന്റെ ഫുൾ A+ നേടിയ നിവേദ്. അത് നാഗാടശ്ശേരി. അനുബന്ധ ചടങ്ങിൽ അവസാനത്തേത് PSCയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ കാഷ്യർ നിയമനം നേടിയ പ്രജിന. അധ്യക്ഷൻ നമ്മുടെ രാജേഷേട്ടൻ, അതുപോലെ തന്നെ ഉദ്ഘാടനമായി വന്ന വിനോദ് മാഷ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഞാനിവിടെ തന്നെ വന്നിട്ടുണ്ട്, ഇപ്രാവശ്യവും അതിനുവേണ്ടി നമ്മോട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന LSS ആയാലും US ആയാലും SLC ആയാലും +2 ജയിച്ച കുട്ടികളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എങ്ങനെയാണോ ഇന്നലെ വരെ പഠിച്ചത് അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് പോവുക. ഇനി വരും കാലങ്ങളിൽ ഇതേപോലെ പരീക്ഷകളിലൊക്കെ വിജയിക്കും, ഇതേപോലത്തെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മാഷ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു സാധാരണക്കാരൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇതുമായി സഹകരിച്ച് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, ദീർഘേറിയ പ്രസംഗം
നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. വിജയികൾക്ക് എല്ലാവിധ ആശംസകളും ഏറ്റവും നിർത്തുന്നു. ഉന്നത വിജയം നേടിയ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. 10ാം വാർഡ് മെമ്പർ രാജേഷ്, മറ്റ് സദസ്യരും വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഭൂതം, ഭാവി, അതുപോലെ തന്നെ അതിൻ്റെ വർത്തമാന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ പോക്ക്, ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എന്താണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എന്നിവയെല്ലാം വിശദമായി തന്നെ ഉദ്ഘാടകൻ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അനുമോദനം ലഭിക്കുക എന്ന് പറയുന്നത് ഏതൊരാളെ പോലെയും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഈ 10ാം ക്ലാസ്സിലും +2-ലൊന്നും ഫുൾ A+ കിട്ടാത്ത ആരും വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഇതുവരെ ഫുൾ A+ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹം തോന്നിയത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതലാണ്. അതിനുള്ള പ്രധാന കാരണം നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചേഴ്സ് തന്നെ പറയാം, നമ്മുടെ കയ്യിൽ ഒരു രൂപയെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ വേറൊരാളോടും കൈ നീട്ടി നമുക്കത് വാങ്ങേണ്ടി വരില്ല. നമുക്കായാലും നമുക്ക് വേറെ ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാനായാലും ആ ഒരു പൈസ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു PSC ജോലി നേടുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് PSC ജോലി മാത്രമല്ല, ബാക്കി ഏത് ജോലി ആയാലും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ PSC ജോലിക്ക്, ഗവൺമെൻറ് ജോലിക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ അത് ഏറ്റവും കൂടുതൽ കണ്ടത് കൊറോണ കാലത്താണ്. കൊറോണ കാലത്ത് ബാക്കി എല്ലാവരും പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇൻകം അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടിയത് ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഗവൺമെൻറ് ജോലിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ആണായാലും പെണ്ണായാലും ആർക്കായാലും ഒരു ജോലി വേണം. അത് ആണുങ്ങൾ നോക്കിക്കോളും, അല്ലെങ്കിൽ ഹസ്ബൻഡ് നോക്കിക്കോളും, അല്ലെങ്കിൽ അച്ഛൻ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും ഇരിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയായാലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട 10ാം വാർഡ് മെമ്പർ ശ്രീ രാജേഷേട്ടൻ, പരിപാടി കുട്ടികൾക്കുള്ള അനുമോദന സമ്മാനം കൈമാറിയും അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ വിനോദ് മാഷ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനരെ, എന്നെ അർപ്പിച്ച കടമ എന്ന് പറയുന്നത് നന്ദി പറയുകയാണ്. എന്നാലും 2 വാക്ക് ഞാൻ സംസാരിക്കുകയാണ്. കാരണം എനിക്ക് വിനോദ് മാഷ് എൻ്റെ ഒരു അധ്യാപകനായിരുന്നു. കാരണം 93-ൽ ഞാൻ മൈൽ സ്കൂൾ SLC പഠിക്കുന്ന സമയത്ത് മാത്സിൻ്റെ അധ്യാപകനായിരുന്നു വിനോദ് മാഷ്. പക്ഷെ ഒരു അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രബോധത്തെപ്പറ്റി എനിക്ക് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു വിദ്യാർത്ഥി പഠിച്ച് എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ടാണല്ലോ ഒരു വിദ്യാർത്ഥിയെ പഠിച്ച് ഒരു അധ്യാപനത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഒരു പ്രത്യേക വിഷയത്തിൽ അധ്യാപകനാകുന്നുണ്ടെങ്കിലും എത്രമാത്രം മറ്റു വിഷയങ്ങളുടെ അവഗാഹമുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്ക് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഈ ഇന്നത്തെ ഒരു പ്രസംഗത്തിലാണ്. സാധാരണ നമ്മുടെ ഈ വായനശാല എല്ലാ വർഷവും ഇതുപോലുള്ള അനുമോദന ചടങ്ങ്, SLC +2 വിജയിക്കുള്ള ഉന്നത വിജയിക്കുള്ള അനുമോദന ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. ഈ വർഷം എല്ലാ വർഷത്തെ പോലുള്ള ഒരു പങ്കാളിത്തം മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും പൊതുവിൽ വലിയൊരു സമ്പുഷ്ടമായ ചടങ്ങായിട്ടാണ് ഈ വർഷത്തെ പരിപാടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മാഷിൻ്റെ പ്രസംഗം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കുക വഴി, നമ്മുടെ വിദ്യാഭ്യാസം നേടുക വഴി എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾക്ക്, ഈ പഠിച്ച് നല്ല ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ, അത് നമ്മുടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ഒരു ക്ലാസ് തന്നെയാണ് സാർ ഇവിടെ എടുത്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രഭാഷണം നടത്തിയ ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇത്രയും നല്ല പ്രഭാഷണം നടത്തിയ വിനോദ മാഷ്ക്ക് ഈ നമ്മുടെ വായനശാലയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ രാജേഷേട്ടൻ, അതുപോലെ PSCയിൽ ഉന്നത വിജയം നേടിയ ശ്രീമതി പ്രജ്ന, അതുപോലെ ഉന്നത വിജയം നേടിയ SLC +2 എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. PSC നിയമനത്തെ പറ്റി നമ്മൾ 2 വാക്ക് പറയുകയാണ്. കാരണം PSC നിയമനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ്. കാരണം നല്ലൊരു മത്സരമാണ് PSC മേഖലയിലുള്ളത്. എന്നിരുന്നാലും നമ്മൾ അതിന് കഠിന പ്രയത്നം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാൻ പറ്റുന്നുള്ളത് നമുക്കിവിടെ മുന്നിൽ
ഇവിടെ വെടിവയ്ക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞു, വായനശാലക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.